ഹായ്, നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും എൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ അൻഷാദ് നാസർ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൊല്ലം ലക്ഷ്മീപുരം ബീച്ചാണ്. അതായത് കൊല്ലം താന്നിക്കടുത്തുള്ള ലക്ഷ്മീപുരം ബീച്ചാണ്. ഇവിടെ വെച്ചിട്ട് വളരെ അടിപൊളിയൊരു സായാഹ്നത്തിൽ നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡ് ഹ്യൂണ്ടായി i10 നിയോസിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ നമ്മൾ വണ്ടിയുടെ സ്പെസിഫിക്കേഷനും അതേപോലെ തന്നെ എക്സ്റ്റീരിയർ ഇൻറ്റീരിയറും പരിചയപ്പെടുത്തുകയും അതേപോലെ തന്നെ വണ്ടിയുടെ പ്രൈസ് ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ എനിക്ക് അന്നത്തെ ഒരു ദിവസം ഒരു ഇൻട്രോ ഇതേപോലെ എടുക്കാൻ സാധിക്കാത്തത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് കുറവാണ്. അപ്പം നമുക്ക് നേരെ നമ്മുടെ ആ ഒരു വീഡിയോയിലോട്ട് കിടക്കാം. ബാക്കി ഇനി ഒരു ഡ്രൈവ് വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ജസ്റ്റ് ബാക്കിലോട്ട് ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു സീറ്റ്, ഞാൻ നേരത്തെ ഫ്രണ്ടിൽ ഇരുന്നപ്പോൾ ഞാൻ എപ്പോഴും ഫ്രണ്ട് സീറ്റിൽ കയറി കഴിഞ്ഞാൽ ഏറ്റവും ബാക്കിലോട്ട് നല്ല ഫുള്ളായിട്ട് ഇടും. ഏറ്റവും ബാക്കിലോട്ട് ഫുൾ ഇട്ടിരിക്കുകയല്ല അൻഷായപ്പോൾ. ഇപ്പോൾ ഫുള്ളായിട്ട് ഇട്ടിരിക്കുക. എന്നിട്ടും ഞാൻ ഒരു 5.7 ഒക്കെ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ആവറേജ് ഒരാളുടെ ഒരു നീളം. അത്യാവശ്യം എനിക്ക് അത്യാവശ്യം നീളമില്ലേ അൻഷാദെ? സത്യമല്ലേ? നീളമില്ലേ? പിന്നെ കൊള്ളനാന്ന് പറയുന്ന കണ്ട. ഓക്കെ, അപ്പോൾ അത്യാവശ്യം എനിക്ക് നീളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ആൾ ഒരു ദയവ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ദയവ് കാണിച്ചേ. ഓക്കെ, ആണ്ടേ വിശാലമായിട്ടുള്ള ലെഗ് സ്പേസ് ആയി കഴിഞ്ഞു. നമ്മൾ ഇത്രയും പോവും, അത്രയും വേണ്ട. നമ്മൾ ഇല്ല ഇച്ചിരി സ്ഥലം തരുമ്പോഴത്തേക്ക് അത് യൂട്ടിലൈസ് ചെയ്യാൻ പാടില്ലോ. ഇപ്പം എനിക്ക് നല്ല വിശാലമായിട്ടിരിക്കാം. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ തൈ സപ്പോർട്ടും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ വരുമ്പോഴത്തേക്ക് ഒരു റിയർ AC വെൻറ്റ് വരുന്നുണ്ട്. അതേപോലെ ഒരു 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് പോയിന്റ് വരുന്നുണ്ട്. ഇതിപ്പോൾ അൻഷാദിൻ്റെ ലെവലിൽ ഡ്രൈവിംഗ് കംഫർട്ടിന് ഇട്ടിരിക്കുകയാണ്. ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ അതാ കണ്ടോ, വിശാലമായിട്ടിരിക്കാം, വളരെ വിശാലമായിട്ടിരിക്കാം. ലെഗ് സ്പേസും ബാക്ക്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ബാക്ക് സൈഡിൽ 2 സീറ്റ്, നടുക്കത്തെ സീറ്റിന് ഹെഡ് റെസ്റ്റ് വരുന്നില്ല അല്ലേ? അവസ്ഥയിൽ വരുന്നുണ്ടോ? ഇല്ല, വരുന്നില്ല. നമ്മുടെ ഈ ഒരു 2 സൈഡിലുള്ള സീറ്റിന് ഹെഡ് റെസ്റ്റും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. എന്തൊക്കെയാലും ഹ്യൂണ്ടായുടെ ഒരുവിധം എല്ലാ വണ്ടികളും ബാക്കിലും ഫ്രണ്ടിലും ഒരേ രീതിയിൽ തന്നെ ഒരു കംഫർട്ട് രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അനുസരിച്ച് നമ്മളിപ്പോൾ ഏകദേശം കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ലേ. ജസ്റ്റ് നമുക്ക് വണ്ടി ഒന്ന് ജസ്റ്റ് ഞാനൊന്ന് നേരത്തെ ആ കമ്മ്യൂണിറ്റി പോസ്റ്റ് ചോദിച്ചു. അയ്യോ അത് മറന്നുപോയി കേട്ടോ, സോറി. നമ്മളില്ല കമ്മ്യൂണിറ്റി പോസ്റ്റ് നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് നമ്മുടെ അൻഷാന് കോള് വന്ന. അപ്പോൾ ബാക്കിയുള്ള കൂട്ടുകാർ 10-13 പേര് ഇനി അവരുടെ വായിച്ചില്ലെങ്കിൽ അവർക്ക് വിഷമാവും അല്ലേ അൻഷാദ്? പറഞ്ഞവർക്ക് ഡീസലിന്റെ പ്രൈസ് ആയിരുന്നു ലാസ്റ്റ് ചോദിച്ചത്. അത് തന്നെ, ഡീസൽ എങ്ങനെയാ പ്രൈസ് എങ്ങനെയാ വരുന്നത്? നമുക്ക് 30 വരുന്നുണ്ട് സ്റ്റാർട്ടിങ് ഓൺ റോഡ് 8:30 വരുന്നുണ്ട്. ടോപ്പ് വരുമ്പോൾ എത്രയാവും? ടോപ്പ് 10 അടുപ്പിച്ച് വരുന്നുണ്ട് അല്ലേ? 8 മുതൽ നമുക്ക് 8:30 മുതൽ ഡീസൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരുവിധം എല്ലാവരും പെട്രോളാന്ന് തോന്നുന്നില്ല പ്രിഫർ ചെയ്യുന്ന. വലിയ പെട്രോളാണ്, ഡീസൽ തന്നെ വേണ്ടുള്ളവരും ഉണ്ട്. ഡീസൽ വേണ്ടുള്ള ആൾക്കാരും പ്രിഫർ ചെയ്യുന്നവരും ഉണ്ട്. ഒരുപാട് കിലോമീറ്റർ ഒക്കെ ഓടുമ്പോഴത്തേക്ക് ഓടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീസലായിരിക്കും കുറച്ചുകൂടെ പ്രിഫർ ചെയ്യാൻ പറ്റുന്നതെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെ നമ്മൾ ലാസ്റ്റായിട്ട് നമ്മൾ വായിച്ചു വന്നത് നമ്മുടെ ഇഗ്നേഷ് ടോം ആലപ്പാട നിയോസ് CNG. അത് നമ്മൾ പറഞ്ഞല്ലോ, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഇതിനകത്ത് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അത് കഴിഞ്ഞു. ഇതും കഴിഞ്ഞു. ഷെബിൻ അൽഹാദ് ഓൺ റോഡ് പ്ലേസ് ആൾ വേരിയന്റ് ബ്രോ അത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഷെബിൻ അൽഹാദ്. പിന്നെ അതേപോലെ തന്നെ ആഷിൽ എത്ര സിലിണ്ടർ ഉണ്ട്? 4 സിലിണ്ടർ അല്ലേ നമുക്ക്? നമ്മുടെ ഇതിന് 4 സിലിണ്ടർ. വേറെ 3 സിലിണ്ടർ വരുന്ന എഞ്ചിനൊന്നും ഇല്ലല്ലോ. ടർബോ വരുമ്പോൾ ടർബോ 3 സിലിണ്ടർ. ടർബോ എഞ്ചിൻ ബ്രോ നമ്മുടെ ആഷ്ലി ഡാനിയൽ ബ്രോ ടർബോ എഞ്ചിൻ വരുമ്പോൾ 3 സിലിണ്ടർ ആണ് വരുന്നത്. 1000 cc ആണ് വരുന്നത്. പക്ഷേ ഇതിനേക്കാളും ഇനിഷ്യൽ പവറും പെർഫോമൻസും ഒക്കെ ആ വണ്ടിക്ക് കൂടുതലാണ്. പക്ഷേ ഇതിനേക്കാളും മൈലേജ് കുറവായിരിക്കും. പിന്നെ വന്നിട്ട് മുഹമ്മദ് അലി EMI മിനിമം 65,000 അല്ലേ പറഞ്ഞല്ലേ? ഓക്കെ, ബേസ് മോഡൽ പ്രൈസ് അതല്ല 6,10,000 റേഞ്ചിൽ വരുന്നുണ്ട്. ബേസ് മോഡൽ ഡിസ്കൗണ്ടിന് ശേഷം 6 ലക്ഷം രൂപ ഡിസ്കൗണ്ടിന് ശേഷം 6 ലക്ഷം വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിപ്പോ ആ വേരിയന്റ് ആണ് ഇപ്പൊ ഷോർട്ട് ഉള്ള കിട്ടാൻ പ്രയാസമുള്ളത്. ഓക്കെ, എന്നാലും ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജനുവരിയിലായാലും വണ്ടി കൊടുക്കാം. എന്തെങ്കിലും ഇപ്പൊ ഓൾറെഡി സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ ലാസ്റ്റ് ആയിട്ട് വന്നിട്ട് ഇതിപ്പോ നമ്മൾ ഈ ഒരു കമന്റ് സെക്ഷൻ കാര്യങ്ങളൊക്കെ വായിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിപ്പോ നമുക്ക് അധികം കമന്റ്സോ കാര്യങ്ങളോ ഒന്നും വരാത്തതുകൊണ്ടാണ്. അപ്പൊ എല്ലാവരുടെയും നമുക്ക് വായിക്കുന്ന ചിലപ്പോൾ എല്ലാ എപ്പിസോഡിലും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കമന്റ്സ് കൂടുമ്പോഴത്തേക്ക് വായിക്കാൻ പറ്റില്ല. എന്നാലും ജെന്യുവൻ ആയിട്ടുള്ള കമന്റ്സ് നമുക്ക് പിക്ക് ചെയ്തിട്ട് വായിക്കാം. അപ്പോൾ നമ്മുടെ ജസീർ ഖാൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്ത് നല്ലൊരു കമന്റാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൈസ്, ഡൗൺ പേയ്മെന്റ്, ഫിനാൻസ് പ്രൂഫ്, മന്ത്ലി ഇൻകം എത്രയാണ് ബാങ്ക് ഉദ്ദേശിക്കുന്നത്? എനിക്കൊരു വണ്ടി എടുക്കണം. അതിനെക്കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? വണ്ടി എടുക്കണം, പക്ഷേ എല്ലാ പ്രൂഫും ഉണ്ട്, പക്ഷേ ഒന്ന് മാത്രമില്ല, ലാൻഡ് ടാക്സ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ലാൻഡ് ടാക്സ് ഉള്ള ആളിന് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇല്ല.
അപ്പോൾ ലോൺ എടുക്കാൻ കഴിയുമോ എന്ന്. അതായത് നമ്മുടെ ഈ ലാൻഡ് ടാക്സ് കോപ്പി ഇല്ലാത്തവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മസ്റ്റ് അല്ല, പുള്ളിയുടെ ജോലി എന്താണെന്ന് അറിയണം, എന്നാലേ അതിനനുസരിച്ച് നമുക്ക്. ഓക്കെ, അതായത് നമ്മൾ ഒരുവിധം എല്ലായിടത്തും ഒരേപോലെ തന്നെ ആയിരിക്കും. ലാൻഡ് ടാക്സ് കോപ്പി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ ബ്ലഡ് റിലേഷനിലുള്ള ആരെങ്കിലും വെച്ചെടുക്കാൻ പറ്റുമായിരിക്കും അല്ലേ? ലാൻഡ് ടാക്സ് തന്നെ ഇല്ലാതെ പ്രത്യേകിച്ച് ഗവൺമെന്റ് എംപ്ലോയീസ് അല്ല, പുള്ളിക്ക് ഇല്ലാന്നായിരിക്കും, പുള്ളിയുടെ പേരിൽ ഇല്ലാന്നായിരിക്കും. പേരിൽ വേണമെന്ന് നിർബന്ധമില്ല. സഹോദരങ്ങളുടെയോ ഉമ്മയുടെയോ വാപ്പാടെയോ ആരുടെയെങ്കിലും അങ്ങനെ അതന്നെ നമ്മുടെ പിന്നെ മാതാപിതാക്കളുടെ ആരുടെയെങ്കിലും പേരിലോ വസ്തുവകളോ സഹോദരങ്ങളുടെ പേരിലോ വസ്തുവകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പച്ചീട്ട് മതി, ഗ്യാരണ്ടർ വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതിൽ വേറെ വിഷയമൊന്നുമില്ല. പിന്നെ ഈ പറയുന്നത് പോലെ പുള്ളി സാലറീഡ് പേഴ്സൺ ആണ്, നമുക്കിപ്പോൾ ഒരു ഗവൺമെന്റ് എംപ്ലോയി ഒക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ഈ ഒരു അത് മാത്രം വെച്ചിട്ട് ചെയ്യാൻ ലാൻഡ് ടാക്സ് കോപ്പിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാ കമന്റിനും ഉത്തരം കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിച്ചു നോക്കാം. ഏത് വണ്ടി കിട്ടി കഴിഞ്ഞാലും നമ്മൾ അവസരം കിട്ടുമ്പോൾ നമ്മൾ വണ്ടി ഓടിക്കണ്ടേ, ഓടിച്ചിട്ട് ജസ്റ്റ് ഇതിൻ്റെ ആ ഒരു പെർഫോമൻസും കാര്യങ്ങളും ജസ്റ്റ് ഓടിക്കുന്ന ചുരുങ്ങിയ ചിലവിൽ പിന്നെ കിലോമീറ്റർ ഓടിക്കുന്ന എൻ്റെ അനുഭവത്തിൽ എനിക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് ജസ്റ്റ് പറഞ്ഞുതരാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ വണ്ടി എടുക്കട്ടെ. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാനുവലും അതേപോലെ ടർബോ എഞ്ചിനും ഒക്കെ നമുക്ക് കൊണ്ടുവരണം വേറെയുള്ള വേരിയന്റ് വരുമ്പോഴേ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ഡ്രൈവിലോട്ട് പോയിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിച്ച് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ ഇന്നത്തെ അവസാനിപ്പിക്കാം. എപ്പോഴും ഈ ചില ആൾക്കാർക്കുണ്ടല്ലോ അൻഷാദ, ഈ മാനുവൽ ഓടിക്കുന്നവർക്ക് ഈ ഓട്ടോമാറ്റിക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഒരു കാലൊക്കെ എടുത്ത് ചവിട്ടിക്കളയും. ആദ്യം എനിക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഏത് വണ്ടിക്കകത്ത് കയറിയാലും കാലെടുത്ത് അങ്ങ് ഒളിപ്പിച്ചങ്ങ് വെച്ചേക്കും. അപ്പം പിന്നെ അത് തന്നെ റെസ്റ്റ്, അതെ ഇവിടെ ഒരു റെസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം പോലെ ഒരു ജസ്റ്റ് ഒരു ഇത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, സാധാരണ വണ്ടികളിൽ അവിടെ ആ ഒരു നമ്മൾ കാല് വെക്കുന്ന ഭാഗം പ്ലെയിനായിട്ട് കിടക്കുന്നതല്ലേ, ഇതൊരു നമ്മുടെ ആ ഒരു കാല് വെക്കാൻ പറ്റുന്ന രീതിയിൽ അത്യാവശ്യം ഒന്ന് കാണിച്ചേ. ഒരു കാല് വെച്ച് അൻഷാദേ, കണ്ടോ, ആ ഒരു കാല് നമുക്ക് നല്ല രീതിയിൽ റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാകത്തിലാണ്. അപ്പം ഈ കാലം എനിക്കില്ലാന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അൻഷാദേ ഒന്ന് ക്യാമറ ഒന്ന് കൈകാര്യം ചെയ്തോളൂ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ടെസ്റ്റ് ഡ്രൈവ് പോവാം. ഞാനും i10 ആദ്യമായിട്ടാണ് ഓടിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ആക്സിലേറ്റർ ഒന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് ബ്രേക്കിൽ നിന്ന് കാലെടുത്തോടെ തന്നെ വണ്ടി മൂവ് ആവുന്നുണ്ട്. ഇനിഷ്യലായിട്ട് ജസ്റ്റ് മൂവ് ചെയ്ത് പോകാൻ വേണ്ടി ആക്സിലേറ്റർ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. സ്റ്റിയറിംഗ് ഒക്കെ നല്ല കംഫർട്ടാണ്, വളരെ വലിയ നല്ല ഹാൻഡി ആയിട്ടുള്ള ഹ്യുണ്ടായുടെ എല്ലാ വണ്ടികളും സ്റ്റിയറിംഗ് പരമായിട്ട് നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗും കാര്യങ്ങളും തന്നെയാണ് എല്ലാ വണ്ടികളും വരുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ ഈ സ്ഥലമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കും നമ്മുടെ സുഹൃത്തുക്കൾക്ക്. ഇതിന് ലക്ഷ്മിപുരം എന്നല്ലേ പറയുന്നത് ഈ കറക്റ്റ് സ്ഥലത്തിന് പേര്? തന്നെ ലക്ഷ്മിപുരം തന്നെ. കസ്റ്റമേഴ്സ് വിളിക്കുകയായിരിക്കുമല്ലേ അൻഷാന? ഇതിപ്പോ ഈ നേരത്തെ ഇവിടെ തുറന്നു കിടന്നത്, ഇപ്പൊ ഈ ഒരു പുലിമുട്ടൊക്കെ ഇട്ട് ഇതിപ്പോ വെള്ളം കയറാത്ത രീതിയിൽ ആക്കിയിരിക്കുക. ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കായലും കടലും, ഒരു സൈഡിൽ കായൽ ഒരു സൈഡിൽ കടൽ. ഇവിടെ അത്യാവശ്യം നല്ല കട്ടറാണ്. നമുക്ക് ഇതിന്റെ ഈ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ പരിശോധിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഇത് അത്യാവശ്യം നല്ല വലിയ കട്ടറാണ്. നമുക്ക് പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം വണ്ടിയുടെ. വണ്ടി ഞാനിപ്പോൾ ആക്സിലേറ്ററോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. വണ്ടിയില്ല നമ്മുടെ പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ, നമ്മുടെ ഓഫ് റോഡ് വണ്ടികളുണ്ടല്ലോ അൻഷാദെ, ഓഫ് റോഡ് വണ്ടികളിൽ നമ്മുടെ ലോഡ് ഗിയർ ഇടുന്നത് പോലെ ഒന്നും കൊടുക്കാതെ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആക്സിലേറ്റർ ഒന്നും കൊടുക്കണ്ട. നിങ്ങൾ വേണ്ട, നല്ല വലിയ കട്ടറാണ് ഇത്. നമുക്ക് ആ ഒരു വീഡിയോയിൽ ഒന്ന് കാണിച്ചു കൊടുത്താൽ അൻഷാദെ. അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വെളി ഇറങ്ങിയിട്ട് ഞാൻ അതൊന്ന് കാണിച്ചു കൊടുക്കുക, ആ കട്ടർ ഒന്ന് കാണിച്ചു കൊടുക്കുക. അല്ല, ഇറങ്ങി കൊടുത്ത് ഒന്ന് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം. കാര്യം വളരെ കംഫർട്ടായിരുന്നു എനിക്ക് ആ ഒരു അത് ആ ഒരു കട്ടറേ നമ്മൾ വീഡിയോയിൽ ഇരിക്കുമ്പോണ്ടല്ലോ ജസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് വണ്ടി ഇരിപ്പുണ്ടല്ലോ അവർ കയറി അല്ല, എനിക്ക് ആ കട്ടർ ഒന്ന് കാണിച്ചു കൊടുക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആക്സിലേറ്റർ കൊടുത്തില്ല. ഒന്നാമത്തെ കാര്യം സുഹൃത്തുക്കളെ, ഞാൻ ആക്സിലേറ്റർ കൊടുത്തില്ല. ജസ്റ്റ് ബ്രേക്കിൽ നിന്ന് കാലെടുത്താണ് ഞാൻ ഒരു കട്ടർ വന്നത്. നല്ല കംഫർട്ടായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല വണ്ടി കയറി വന്ന്. ഞാൻ നിങ്ങൾക്ക് ആ ഒരു കട്ടർ ഒന്ന് കാണിച്ചു തരാം. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടിക്കകത്തിരുന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഞാൻ ഭയങ്കര തള്ളയാന്ന് വിചാരിക്കും. എന്തായാലും എനിക്ക് ആ കട്ടർ നിങ്ങളെ കാണിക്കണമെന്ന് വലിയൊരു ആഗ്രഹം. ആണ്ടേ, വളരെ സിമ്പിളായിട്ട് വന്നു, വളരെ എനിക്കിഷ്ടപ്പെട്ടു. അതായത് ആ ഒരു വണ്ടിയുടെ സസ്പെൻഷൻ ആയാലും കാര്യങ്ങളായാലും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ആണ്ടേ, ഇത് കണ്ടോ, ഈ കണ്ടോ വണ്ടികൾ പോണ കണ്ടോ. ഇത് ശരിക്കും നല്ല കുഴിയാണ്. ഇത് നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ. കണ്ടോ പാരലായിട്ട് കിടക്കുന്നത്. ഇത് കണ്ടോ, നല്ല മോശം റോഡാണ്.
ഗ്രൗണ്ട് ക്ലിയറൻസും എല്ലാം അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നോവയൊക്കെ ഓടി വരുന്നതുണ്ടോ ഉണ്ടോ. ഞാൻ ആക്സിലേറ്റർ ഒന്നും കൊടുക്കണ്ട, ജസ്റ്റ് ബ്രേക്ക് എടുത്ത് ഇങ്ങ് വന്നതാണ്. ഇതാണ്ടോ, ഇതൊക്കെ നല്ല കട്ടറാണ്. ഇതാണ്ടോ, എന്തായാലും ആ വണ്ടിയുടെ സസ്പെൻഷൻ ഉഗ്രനാണ്. അപ്പോൾ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോവാം. ഈ ഒരു സമയത്തൊക്കെ നല്ല തിരക്കുണ്ട് ഇവിടെ. അതുകൊണ്ട് ഇവിടെയൊക്കെ ചൂണ്ടയിടാനൊക്കെ പറ്റിയ സൈറ്റാണ്. നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ വന്ന് ചൂണ്ടയും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അത് കായലാണ്. അതുകൊണ്ട് ഇത് നമ്മുടെ കടലാണ്. കണ്ടോ, ഈ ഒരു സ്ഥലത്ത് വരുമ്പോഴത്തേക്കുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മെയിൻ ബീച്ച് അങ്ങനെയുള്ള സ്ഥലങ്ങളുമായിട്ടൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ സേഫായിട്ട് നമുക്ക് അവിടെ ഇവിടെ ആയിട്ടൊക്കെ വന്ന് ആൾക്കാർക്ക് ഇരിക്കാം. അപ്പോൾ നമുക്ക് അൻഷാദ്, ഞാൻ എന്തിനാണെന്ന് ഇറങ്ങിയത് കട്ടറൊന്ന് കാണിച്ചു കൊടുക്കണ്ട. ഈ കട്ടറിൽ ഓടിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ടാണ് തോന്നിയത്. യൂട്യൂബ് ആയതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ കാണിക്കേണ്ടത് ഈ ഏരിയയിലുള്ളവർ ഒരിക്കലും മറക്കാത്ത കട്ടറാണ്. അതാ, ഈ മറക്കാത്ത കട്ടറാണ്. എന്തൊക്കെയാലും വളരെ കംഫർട്ട്. അതായത് നമ്മൾ ഉണ്ടല്ലോ ചുമ്മാ ഒരു വണ്ടി ഇപ്പോൾ നമ്മളിപ്പോൾ ഹ്യുണ്ടായുടെ ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ടല്ല, ശരിക്കും അൻഷാദ് ആ വണ്ടി എനിക്ക് ആ ഒരു കട്ടർ ഓടിച്ചപ്പോൾ നമുക്ക് നല്ല രീതിയിൽ നല്ല സസ്പെൻഷൻ ഉണ്ട്. നല്ല സസ്പെൻഷൻ നല്ല ഇതും കിട്ടുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് പോവാം. ഓക്കെ, ഇന്നിപ്പം അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ. അതുകൊണ്ടാ ഇത് ലക്ഷ്മീപുരം എന്നല്ല ഈ ബീച്ചിന് പറയുന്നത്. അതാണ് ലക്ഷ്മീപുരം ബീച്ചാണ്. നമ്മൾ ലക്ഷ്മീപുരം ബീച്ചിലോട്ടാണ് കയറുന്നത്. ഇവിടെ ഒരു റിസോർട്ടൊക്കെ ഉണ്ട് കേട്ടോ അൻഷാദ്. രണ്ടുപേരുടെ അൻഷാദ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പേര് തന്നെ വിളിക്കുന്നത് നിന്നെ കാണുമ്പോഴാണ്. അതുകൊണ്ട് ഇവിടെ ഇപ്പം അത്യാവശ്യം നല്ല ക്രൗഡൊക്കെയാണ്. ഇപ്പം മെയിൻ ബീച്ചിലോട്ട് ആൾക്കാർ പോകണതിനേക്കാളും നല്ലത് വിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇപ്പോഴല്ലേ നമ്മുടെ പിണറായി പിന്നെ നമ്മുടെ CM ഉദ്ഘാടനം ചെയ്ത പിണറായി വിജയൻ. ഓക്കെ, ഓൺലൈനായിട്ടാണെന്ന് തോന്നുന്നു ചെയ്തത് അല്ലേ ബീച്ച്? ഓൺലൈനായിട്ടല്ലായിരുന്നോ ഉദ്ഘാടനം? അത് നേരിട്ടൊന്നും വന്നില്ലല്ലോ. ഇല്ല, നേരിട്ടൊന്നും വന്നില്ലെന്ന് തോന്നുന്നു. പത്രത്തിൽ കണ്ടതല്ലേ നീ? ഞാൻ ഇപ്പൊ നീ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. ഇപ്പൊ നല്ല തിരക്കുണ്ടാ. സാധാരണ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല കാല് കൊടുത്ത് പോകാൻ പറ്റുന്ന സ്ഥലമോ. പക്ഷെ വണ്ടി നല്ല പെർഫോമൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് കാല് കൊടുത്തൊന്ന് പോയി നോക്കാം വണ്ടി. പോണതിനനുസരിച്ച് നമ്മൾ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്രോത്തിനനുസരിച്ച് വണ്ടി നല്ല രീതിയിൽ കയറി പോകണുണ്ട് അല്ലേ അൻഷാദേ? ഇതിപ്പോ അൻഷാദ് നമ്മുടെ കൂടെ ബൈക്കിൽ ആരെങ്കിലും ഉണ്ടായിരുന്നുണ്ടെങ്കിൽ വണ്ടി റണ്ണിങ്ങിൽ വരുന്ന ആ ഒരു ഷോട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ രസമായിരുന്നു അല്ലേ? ഇപ്പൊ ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം പിന്നെ ആൾക്കാരൊക്കെ വൈകിട്ടാകുമ്പോഴത്തേക്ക് വരുന്നുണ്ട്. നമ്മളെ ഈ ഒരു കൊല്ലത്ത് അത്യാവശ്യം ഇവിടെ ഒരു പിന്നെ നമ്മുടെ ഇവിടെയല്ല, നമ്മുടെ വർക്കല ഉണ്ടല്ലോ കാപ്പില്, ആ ഭാഗം ഈ ഭാഗം പോലെ കിടക്കുകയല്ലേ. ഇതേ സെയിം ഒരു സ്ഥലത്ത് വെച്ചാൽ നമ്മുടെ അമീർ ഖാന്റെ സിനിമ ലാൽ സിംഗ് ചദ്ദ, നമ്മുടെ ടോം ഹാങ്സിന്റെ ഒരു സിനിമയുണ്ട്. എന്തുവായിരുന്നു ആ പടത്തിന്റെ പേര് ഞാൻ വിട്ടുപോയി. ടോം ഹാങ്സ് അഭിനയിച്ച ഒരു സിനിമയുടെ റീമേക്കാ. അതിനകത്ത് നമ്മുടെ അമീർ ഖാൻ അഭിനയം. നീ അറിഞ്ഞില്ലായിരുന്നോ? ഞാൻ ഒരു വീഡിയോ ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫുൾ ആ പടം ഓട്ടോ ആണ്. അതിന്റെ ഇംഗ്ലീഷ് പടം ഞാൻ കണ്ടിട്ടില്ല. ടോം ഹാങ്സ് ആണ് ആ പടത്തിന്റെ നായകൻ. അപ്പൊ അൻഷാദ്, നമ്മളിപ്പോ ഏകദേശം എല്ലാ കാര്യങ്ങളും പറഞ്ഞില്ലേ? നമ്മൾ ആ EMA സ്ട്രക്ചർ പറഞ്ഞു, വണ്ടിയുടെ വേരിയൻസിന്റെ കാര്യം പറഞ്ഞു, എല്ലാം പറഞ്ഞു. ഞാനിപ്പം ആത്യന്തികമായിട്ട് ഞാൻ ഈ വണ്ടി ഓടിച്ചും കൂടെ നോക്കി. അപ്പൊ എനിക്ക് എന്തൊക്കെയാലും ഈ ഒരു സസ്പെൻഷന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഞാൻ ഒരു പക്ക ഉറപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സസ്പെൻഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ വലിയ കട്ടർ ഇറക്കിയിട്ടും വണ്ടി അടിയോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു അത്രയും വലിയ കട്ടർ എനിക്ക് തോന്നിയില്ല. ഞങ്ങൾക്ക് ആക്സിലേറ്റർ എടുക്കാൻ പറ്റത്തില്ലെന്ന് താങ്ങി എടുക്കേണ്ടി വരും എന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് ബ്രേക്കിൽ നിന്ന് കാലെടുത്തപ്പോൾ തന്നെ വണ്ടി നല്ല സ്മൂത്ത് ആയിട്ട് പോയി. ഇതിപ്പോ താന്നി പാലമാണ് നമ്മൾ കടന്നു നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു വണ്ടിക്ക് ഇപ്പൊ ഏകദേശം എത്രയാണ് ഓഫർ വരുന്നതെന്ന് പറഞ്ഞാൽ? 15,000 രൂപയാണ് നോർമൽ ക്യാഷ് ഡിസ്കൗണ്ട് വരുന്നത്. 15,000 രൂപ ക്യാഷ് ഡിസ്കൗണ്ട് നോർമലി വരുന്നുണ്ട്. ടോട്ടൽ ഓഫർ നമുക്ക് വന്നിട്ട് 30,000 രൂപയോളം വരുന്നുണ്ട്. 30,000 രൂപയോളം വരുന്നുണ്ട് ടോട്ടൽ ഓഫർ നമുക്ക് വരുന്നുണ്ട് അല്ലേ? 60,000 രൂപ വരെ നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റുന്ന വേരിയന്റും ഉണ്ട്. 60,000 രൂപ വരെ നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റുന്ന വേരിയന്റും ഉണ്ട്. നമുക്ക് ഈ വഴി പോയാൽ മതിയല്ലോ. അപ്പം നമ്മുടെ പ്രിയ സുഹൃത്തുക്കള്, നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ സാധാരണ ഒരു റിവ്യൂ പോലെ നമ്മൾ വണ്ടി കൊണ്ടിട്ടിട്ട് നമ്മുടെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊന്നും പറയുന്നില്ല. നമ്മളൊരു വ്ളോഗ് ടൈപ്പ് പോലെ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കാണിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത്.
അപ്പോൾ എന്തൊക്കെയാലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളെ ഇതുമായിട്ട് ഷെയർ ചെയ്തത്. എനിക്ക് എന്തൊക്കെയാലും ഒരുപാട് ഈ വണ്ടി ഇഷ്ടപ്പെട്ടു. ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ ഒരു ഫാമിലി ആയിട്ട് പറ്റുന്ന ഒരു വണ്ടി, അതേപോലെ അത്യാവശ്യം ഡ്രൈവിങ്ങിന് നമുക്കൊരു ഹരവും കാര്യങ്ങളും ഒക്കെ തരുന്നത് തന്നെയാണ് നമ്മുടെ ഈ ഓട്ടോമാറ്റിക് വേർഷൻ. ഇതിന്റെ ടർബോ ഉണ്ട്. ടർബോ ശരിക്കും ഒരു പെർഫോമൻസ് ആഗ്രഹിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ഹ്യൂണ്ടായി ഗ്രാൻഡ് i10 നിയോസ്. ലേഡീസിനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇതിന്റെ സ്റ്റിയറിംഗ് ഒക്കെ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗും കാര്യങ്ങളുമാണ്. മെയിനായിട്ട് എനിക്ക് ഈ ഒരു ടെസ്റ്റ് ഡ്രൈവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അത്യാവശ്യം നല്ലൊരു എഞ്ചിൻ പെർഫോമൻസും അതേപോലെ തന്നെ ഇതിന്റെ സസ്പെൻഷനാണ്. നല്ല മികവുറ്റ സസ്പെൻഷൻ തന്നെ എനിക്ക് ആ ഒരു കട്ടിൽ ഇറങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. വണ്ടി കുലുക്കൊന്നുമില്ല, കട്ടിൽ വീണിട്ട് നമ്മളിങ്ങനെ ഒരു ബോഡി റോളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ബഡ്ജറ്റിന് ഇണങ്ങിയ രീതിയിൽ നമ്മുടെ ബേസ് മോഡൽ 6 ലക്ഷം മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം അൻഷാദ്, നിന്റെ മുഖത്തോട്ട് നീ ഒന്ന് ക്യാമറ ഒന്ന് തിരിക്കണം. അപ്പം അൻഷാദാണ് നമ്മുടെ വീഡിയോയ്ക്ക് ഹ്യൂണ്ടായുടെ വീഡിയോയ്ക്ക് സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ചെയ്തു തരുന്നത്. നമ്മുടെ ഹ്യൂണ്ടായി വീഡിയോ നമ്മുടെ പോപ്പുലർ ഹ്യൂണ്ടായി ആണ്. നമ്മുടെ ഷോറൂമിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു. എവിടെയാണ് ഷോറൂം വരുന്നത്? ഉമേനല്ലൂരിന് ശേഷം കൊട്ടിയത്ത്. ഉമേനല്ലൂരിന് ശേഷം പോകണ്ട, പറക്കുളം ഭാഗമായിട്ട് പോവാം. അപ്പൊ അൻഷാദ്, നിന്റെ നമ്പർ അപ്പോഴത്തേക്ക് ഒന്ന് പറഞ്ഞോ. 7736990765. അപ്പൊ ഇനി മലയാളത്തിലും കൂടെ 77 36 99 07 65. എന്തൊക്കെയാണ് ഞാൻ ഹമാര രാഷ്ട്രഭാഷ ഹിന്ദി ഹേ, പക്ഷെ ഹിന്ദി പറയുന്നില്ല, നീ വിട്ടുപോകുന്നറിയാം. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാലും വണ്ടി എനിക്ക് അത്യാവശ്യം കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ചാനലൊക്കെ തുടങ്ങിയതിന് ശേഷം അത്യാവശ്യം വണ്ടി ഓടിക്കാനും അതേപോലെ തന്നെ റിവ്യൂ ചെയ്യാനൊക്കെ ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പം വളരെ സന്തോഷമാണ്. ഇനി ഓടിക്കാനുള്ള വണ്ടികളെന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ഡ്രൈവും അതേപോലെ തന്നെ ഒന്ന് റിവ്യൂ ഒക്കെ ചെയ്യണമെന്നുള്ളതെന്ന് പറഞ്ഞാൽ ആഗ്രഹമുള്ള നമ്മുടെ ക്രെറ്റ ഒന്ന് ചെയ്യണമെന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു പ്രീമിയം ഒരു സാധനം ഉണ്ടല്ലോ ഇതിനകത്ത്, എലാൻഡ്ര അല്ലേ, എലാൻഡ്ര എന്ന് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയുള്ള ഇനി അങ്ങനെയുള്ള വണ്ടികളുടെയൊക്കെ വീഡിയോസ്, ഹ്യുണ്ടായുടെ വീഡിയോസ് അൻഷാദുമായിട്ട് ഇനി വരുന്നതായിരിക്കും. അപ്പം വീണ്ടും അടുത്തൊരു ദിവസം പുതിയ ഒരു വണ്ടി വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും